ഇന്നത്തെ വാർത്തകള്? ഓ, പഴയ തന്നെ, വേറെ വിശേഷങ്ങളൊക്കെ. കുടുംബമൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? അതെ. കുഞ്ഞുങ്ങളൊക്കെ എന്തോ ആയി? മോള് BSc MSc ആയിക്കോട്ടെ. +2. നീ ധൃതിയിലായിരിക്കുമല്ലോ, എന്നാ വിട്ടോ. ശരി. യേശുവേ, കാപ്പി. ഇച്ചിരി വെള്ളം വേണ്ടി എടുത്താട്ടെ, വായ ഒന്ന് കഴുകട്ടെ. ആ പറമ്പിലെ പണിക്കാരൊക്കെ വന്നോടാവും. രാവിലെ എത്തിയ ഇവന്മാരെയൊന്നും പറമ്പിലെ പണിക്കൊന്നും കിട്ടുന്നില്ല. കണ്ടില്ലേ കിടക്കുന്ന കിടപ്പ്, മരങ്ങളെല്ലാം ചുവട്ടിലൊന്നും ഒന്നുമില്ല, കായികനികളോ കാണാനില്ല. നീ ഞാൻ കൊണ്ടുവച്ചാട്ടെ. ചായ കുടിച്ചിട്ടില്ല. കാലം നമ്മളെ ചില ഓർമ്മകളൊക്കെ കൊടുത്തു. പത്രത്തിലൂടെ ആയാലും സമൂഹത്തിലൂടെയൊക്കെ നമുക്ക് കണ്ടുവരുന്നത് എന്റെയൊക്കെ കുട്ടിക്കാലത്തെ കുറിച്ച് ഞാനങ്ങ് ആലോചിച്ചു പോവാം. നീ ഇങ്ങോട്ടൊന്ന് വന്നേ. ഇപ്പോൾ എന്റെ ഈ ഏകാന്തതയിൽ എനിക്ക് കൂട്ടായിട്ട് നീ മാത്രമേ ഉള്ളൂ. പണ്ട് ഞാൻ കളിച്ചു വളർന്നതും ഞാൻ നീന്തി കുളിച്ചതുമായ ആ പുഴയോരം പുഴ നമുക്കെവിടെയും ഒന്ന് നടന്നാലോടാ. ഇപ്പോൾ എനിക്ക് കൂട്ടായിട്ട് നീയും ഈ പക്ഷികളും മൃഗങ്ങളും അല്ലാതെ ആരാ? എന്തുവാ, ഭക്ഷണമൊക്കെ കഴിച്ച് കിടക്കുവാണോ? നീ ഇപ്പൊ അവനെ കാര്യമായിട്ട് നോക്കുന്നൊന്നും ഇല്ലയോടാവുന്നേ? അവരൊക്കെ ഉണ്ട്, അവസ്ഥ ഒന്നെ. ഞാൻ തന്നെ ഓടിയെത്തണ്ടേ എല്ലായിടത്തും. അതൊന്നും ഇവിടേക്ക് ഇറങ്ങി ഈ കപ്പൊക്കെ ഒന്ന് കൊണ്ടില്ലെങ്കിൽ അകത്ത് തന്നെ അടച്ചുപൂട്ടി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അതൊക്കെയല്ല ഇനി പറ്റുള്ളൂ. പണ്ട് കുളിച്ച ഇടവും ഓടി നടന്ന് കളിച്ച സ്ഥലവും എന്റെ മകൻ ചന്തുവിനോടൊപ്പം ക്രിക്കറ്റ് കളിച്ച് നടന്നതൊക്കെ എന്റെ ഓർമ്മയിൽ വരുക. അതൊക്കെ ഒരു കാലം. മകളാ എനിക്കിവിടെ ബാക്കി വെച്ച് കടന്നു പോകുന്നു. കൂട്ടുകാരുമൊക്കെ കളിച്ചു വളർന്നത് ആ പാടശേഖരങ്ങളിൽ ക്രിക്കറ്റ് കളിക്കുന്നത്, പശുവിനെ മേയിച്ച് നടക്കുന്ന കാലഘട്ടം ഞാൻ ഓർക്കുന്നു. അന്ന് നീന്തിക്കളിച്ച ഈ സ്ഥലവും കുഞ്ഞുങ്ങളോടൊത്ത് കളിച്ച ക്രിക്കറ്റ് പാടശേഖരങ്ങളും
പശുക്കളെ മേയിച്ച് നടന്ന സ്ഥലവും എൻ്റെ ഓർമ്മകൾ ഇങ്ങനെ എത്തുക. അപ്പം ഞാൻ എൻ്റെ മകനെ ഓർത്തു പോവുകയാണ്. എന്ത് വാടാ കുഞ്ഞെ, വയ്യാടാ കുഞ്ഞെ. നിന്റെ ഒരു കാര്യം വയസ്സുകാലത്ത് എത്ര നാളായി അച്ഛനായിട്ട്. കൊച്ചെ, നീ അതിന് അടുക്കൂന്ന് മാറി നിൽക്കുക. അപ്പം വല്ല അടിച്ച് തലക്ക് പിടിപ്പിച്ചാൽ നിന്നെ അയച്ചോണ്ട് പോകാൻ അകത്ത് പോയില്ല. മാറി നീ നടാ കുഞ്ഞെ. ഇതിന്റെ മുഖത്തിൽ വെള്ളം ഒഴിക്കേണ്ട ജോലി നിനക്കാ. ഞാൻ പോവാണ്. തനിച്ചക്കിന്റെ അനുഗ്രഹം എല്ലാം നിന്നോടൊപ്പം ഉണ്ടാകും. അമ്മ ഇവിടെ കാണാനുള്ള ഭാഗ്യം നിന്റെ അമ്മയ്ക്കില്ലാതെ പോയല്ലോ. നന്നായി വരും, പോയി വരും. മക്കളുണ്ടായിട്ട് എന്ത് കാര്യം? വാർദ്ധക്യകാലത്തിൽ ഭാര്യ പോയിക്കഴിഞ്ഞാൽ എല്ലാം തനിച്ചാകും. ഈ ഒരു ഏകാന്തത മരണത്തിന് തുല്യമാണ്. ആരുമില്ലാത്ത ഈ അവസ്ഥ. വന്നാട്ടെ, ഇരുന്നാട്ടെ. ഒരുപാട് നാളായല്ലോ ഈ വഴിക്കൊക്കെ കണ്ടിട്ട്. എന്ത് പറ്റി? ഓ, ഏകാന്തത എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. തനിക്ക് തന്റെ ഭാര്യയും മക്കളും ഒക്കെ കൂടെ ഉള്ളത് കൊണ്ട് തനിക്ക് അത് ഫീൽ ചെയ്യത്തില്ല. എന്നാലും അതല്ല, എന്റെ ഒരു നല്ല സമയത്ത് എന്റെ ഭാര്യ എന്നെ ഇട്ടേച്ച് പോയില്ലേ. ആകെ താലോലിച്ച് വളർത്തിയ ഒരു മകനും അവനും ജോലിക്കെന്ന് പറഞ്ഞിട്ട് പോയിട്ട് 10 വർഷമായിരുന്നു. മാഷേ, അതൊന്നും സാരമില്ല. ഇതെല്ലാം പ്രകൃതി നിയമങ്ങളാണ്. ദൈവം വിളിക്കുമ്പോ പോയല്ലേ പറ്റൂ. വയ്യാടോ, നോക്കിക്കേ, ഈ പമ്പയാറും അതിന്റെ തീരത്ത് നമ്മളൊക്കെ കളിച്ചു നടന്ന സ്ഥലങ്ങൾ. എനിക്കിതെല്ലാം കണ്ട് മടുത്തോ. ഇനി ആർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്? മാഷ് ഇങ്ങനെ ഡിസ്ട്രേറ്റ് ആയാലോ? ഒരു മോൻ ഡെൻമാർക്കിലാണ്. ഓ, ഇങ്ങനെ പോകുന്നു. മാഷ് മോനെ വരാറില്ലേ? നല്ല കാര്യമാണോ? എല്ലാരെയും ദൈവം ഒരുപോലെ അനുഗ്രഹിക്കത്തില്ലല്ലോ. ഇതൊക്കെ ഓരോ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. മകനും കൊച്ചുമക്കളും ഒക്കെ വരാറില്ലേ? അതൊന്നും ഞാൻ
ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. മക്കളുടെ വിവാഹമൊക്കെ കഴിഞ്ഞാൽ അവരുടെ മേലിൽ നമുക്ക് അധികാരമൊന്നുമില്ലല്ലോ. മാഷേ, ഒന്ന് രണ്ട് സ്ഥലങ്ങൾ പോകാനുണ്ട്. എന്നാ പിന്നെ ആട്ടടോ. മാഷ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ? കഴിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി കഴിക്കാൻ? പിന്നെ ആട്ട. ശരി മാഷെ. പിന്നെ മോൻ വിളിക്കുമ്പോ പറഞ്ഞേക്കണേ. പറഞ്ഞേക്കാം. അതിന് വിളിയൊന്നും ഇപ്പൊ ഇല്ലടോ. ആരെ വിളിക്കാനാ? നിൽക്കട്ടെ മാഷെ. ഇത്തിരി വേണം. പോയല്ലോ മോനെ, ഒന്ന് കാണാൻ എത്ര കൊതിക്കുന്നു. അവസാന നാളുകളിൽ ഓരോ നിമിഷവും ആവർത്തിച്ച് പറഞ്ഞു. എന്ത് താമസിച്ചു പോയി. ഉലകത്തെ തലമുറകൾ ഭൂമിയിൽ നിന്നും വിരിയട്ടെ കുസുമങ്ങൾ, പടരട്ടെ സുഗന്ധവും, നിറയട്ടെ ചേതലിൽ വിധിയെന്നും ഉറവ വറ്റാനുള്ള സ്നേഹവും കരുതലും.